വിഷ്ണു കൊച്ചിക്കാരൻ നിങ്ങളുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പണം മേടിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ? പുള്ളിക്ക് ഓട്ടോയിൽ ഗ്യാസ് അടിക്കാൻ വേണ്ടി 500 കൊടുക്കാറുണ്ട്. അപ്പോൾ വിഷ്ണു കൊച്ചിക്കാരനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ? പുള്ളിയും മറ്റേ ഫെയിം നിൽക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്ത് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അഭിലാഷ് ആട്ടയത്ത് ഇപ്പൊ അഭിലാഷ് ആട്ടയുമായിട്ട് അങ്ങനെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? അടിച്ചു പിരിഞ്ഞോ നിങ്ങൾ? അടിച്ചു പിരിഞ്ഞാൽ എപ്പോഴും ഈ മുഖങ്ങൾ കണ്ടിരുന്ന ആൾക്കാർക്ക് മടിക്കൂല, അതുകൊണ്ട് ഞാൻ മാറ്റി പിടിച്ചതാ, ഗ്യാപ്പ് ഇടുന്നത്. പക്ഷെ അഭിലാഷ് ആട്ടയെ മൊത്തത്തിൽ മാറ്റിയിട്ടില്ല, എന്നാലും വർക്കുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ വർക്ക് ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു. അതിലൊരു ലോട്ടറി എടുത്തിട്ട് അടിക്കുന്നില്ല, അവസാനം ലോട്ടറി അടിച്ച് കാശുകാരനാകുന്ന ഒരു ഇത് ചെയ്തായിരുന്നു. പിന്നെ ഇത് യുദ്ധം എന്ന് പറഞ്ഞ വർക്ക് എല്ലാവരും പറയുന്നത് നിങ്ങളെ അടിച്ചു പിരിഞ്ഞെന്നാണല്ലോ. അല്ല, നമ്മൾ എപ്പോഴും പറഞ്ഞു നിന്റെ കൂടെ നടക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നു. കാരണം എനിക്ക് പൈസയൊന്നും തരാൻ പറ്റില്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു. കാരണം പുള്ളി ഡെയിലി 1000-2000 ഒക്കെ മേടിച്ചിട്ട് പോയിട്ട് പുള്ളി നമുക്ക് ഫെസിലിറ്റീസ് ഒന്നും തരുന്നില്ല. പുള്ളി ഞാൻ പറയുന്ന ഫെസിലിറ്റീസോ? എന്താ ഫെസിലിറ്റീസ്? എന്താ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ മറ്റേ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറയും. ആ പ്രോഗ്രാം ഒന്നും കറക്റ്റ് നടക്കുന്നില്ല. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓരോ റീലും കാര്യങ്ങളും ഇന്റർവ്യൂസ് ഒക്കെ. എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും അഭിലാഷ് ആട്ടയത്തിന് ഏകദേശം ഇത്ര നാളുകൊണ്ട്? ഒരു 26,000 ഉണ്ട്. കണക്ക് കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. 26,000 രൂപ അഭിലാഷ് ആട്ടയം നമ്മുടെ അലിൻ ജോസ് പെരേരയിൽ നിന്നും പറ്റിച്ചു കൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ്? പറ്റിച്ചല്ല, ഓരോരോ പ്രോഗ്രാം ചിലത് നമ്മൾ ഒരു കണ്ടോ, നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ്. കണ്ടോ, നിങ്ങളൊരു പാവം മനുഷ്യനാണ്. നിങ്ങൾക്ക് ചിലപ്പം അയാൾ പറ്റിച്ചുകൊണ്ട് പോയത് തന്നെ ആയിരിക്കാം, പക്ഷേ 100% പറ്റിച്ചുകൊണ്ട് പോയത് തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അത് പറയാൻ പോലും പറ്റും. കാരണം നിങ്ങൾ ഈസി ആയിട്ട് മനുഷ്യന് പറ്റിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയാം? നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കോലം കെട്ടാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ കാണിക്കാനും ഡാൻസ് കളിക്കാനും ജനങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ചിലർ ചോദിക്കും നിങ്ങളുടെ തൊലി എന്തുകൊണ്ടാണ് ഉണ്ടായി? സത്യത്തിൽ നിങ്ങളുടെ തൊലി എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. എല്ലാവർക്കും ഉള്ള പോലെ അല്ലല്ലോ ഇത്. ഒരു മനുഷ്യനും കാണിക്കാൻ പറ്റാത്ത എന്ത് കോപ്രായങ്ങളും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പണ്ടുതൊട്ട് ഇങ്ങനെയാണോ അലിൻ ജോസ് പെരേര? ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെയാണോ? ഇച്ചിരി ഓവർ ആക്റ്റീവും. പക്ഷേ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അധികം അങ്ങോട്ട് കോലിട്ട് കിള്ളിയാലേ ഉള്ളൂ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ഓർക്കുന്നുണ്ട് ആദ്യത്തെ വീഡിയോ ഒക്കെ പാട്ട് പാടുന്ന പ്രസംഗോണൻ എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ ആദ്യം വരുന്നത്. ഓർക്കുന്നുണ്ടോ? പ്രസംഗോണൻ എന്ന് പറഞ്ഞാണ് ആദ്യം വരുന്നത്. എനിക്ക് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ സംസാരിക്കാൻ പോലും ആ സമയത്ത് അറിയത്തില്ല. നിങ്ങൾ അവിടെ തട്ടി ഇവിടെ തട്ടി വിക്കി സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ നിങ്ങൾ ഫാർ മോർ ബെറ്റർ ആയിട്ടുണ്ട്, ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. സംസാരിക്കാൻ ഇപ്പൊ അറിയാം. അത്യാവശ്യം ജനങ്ങളോട് എങ്ങനെ മിങ്കിൾ ചെയ്യണമെന്നൊക്കെ അറിയാം. മാറ്റം വന്നിട്ടുണ്ട്. അതാ പറഞ്ഞ തേച്ചാൽ ഇനിയും മിനുങ്ങും, ഇനിയും മാറണം. എന്നും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇതൊരു ഉപദേശമായിട്ടൊന്നും കാണണ്ട. ഏതൊരു മലയാളിയും നിങ്ങളെ നേരിട്ട് കണ്ടാൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ: നിർത്തിക്കോ, ഈ പരിപാടി നിർത്തിക്കോ. ഇത്തരത്തിലുള്ള ഈ കോപ്രായങ്ങളും കോലം കെട്ടുകളും നിർത്തി കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ട് ആക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് നല്ല കണ്ടന്റുകൾ കൊടുക്കുക. നിങ്ങൾക്ക് പറ്റിയല്ലേ നല്ല കണ്ടന്റ് കൊടുക്കാൻ? അങ്ങനെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ കോപ്രായം കാണിച്ചാൽ മാത്രമേ ജനങ്ങൾ നിങ്ങളെ കാണുള്ളൂ? ഇനി അല്ല, നമ്മൾ നല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചേച്ചിയായിട്ടുള്ള ഷോർട്ട് ഫിലിമൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡാണ്. കോമളിത്തരമല്ല. അപ്പോൾ അതിപ്പോൾ ഒരു ആൽബം സോങ് ഇറങ്ങിയിരുന്നു, പേര് കറക്റ്റ് ഓർക്കണില്ല. അപ്പോൾ അതിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് കമൻസ് മാറിയിട്ട് നല്ല കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും മറ്റ് 2-3 വർക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ചില വർക്കുകളിലൊക്കെ ആ സിറ്റുവേഷൻ ബേസ് ആയിരിക്കും ഒരുപാട് സീൻസ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഹോട്ടായിട്ടൊരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്, AJPന്റെ അതിരാത്രി. അപ്പം അതിനകത്ത് ഒരു ആദ്യരാത്രി നടക്കുന്ന ചെറിയ LJPയുടെ അല്ലാണ് AJP. ഇതാരിട്ടെന്ന പേര്? ഇത്